പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രമപ്പ. ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു നല്ല പ്രഭാതയാമം കൂടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളുടെ ആരുടെയും പുണ്യപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ഒന്നും കണ്ടുകൊണ്ടല്ല പ്രിയരെ, ആ കാൽവറി ക്രൂശിലെ മഹാസ്നേഹവും ദൈവത്തിന് നമ്മോടുള്ള കരുണയും ആ കൃപയും ഒന്ന് മാത്രമാണ് ഇന്നേക്ക് നിങ്ങളും ഞാനും ജീവനോടെ ആയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഓരോ നിമിഷങ്ങളും നാം ജീവനോടെ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്കത് വർണ്ണിക്കുവാൻ കഴിയുമോ ദൈവമക്കളെ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ നാൾ, പുതിയ ദിവസം, പുതിയ പ്രഭാതം സ്വർഗം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് രാവിലെ സമയം സന്തോഷത്തോടു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവം ചെയ്ത നന്മകളെ നമുക്ക് വർണ്ണിക്കാം പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ്റെ വരവ് സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മന്ദിഭവിച്ച അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരണം പ്രിയരെ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അരുമനാഥൻ്റെ വരവ്, ഹല്ലേലൂയ, അത് നമുക്ക് ആർക്കും തന്നെ ആ നാളിനെ വർണ്ണിക്കുവാൻ, അല്ലെങ്കിൽ അത് ആ നാളിനെക്കുറിച്ച് തിട്ടമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന ദിവസം നമ്മുടെ കർത്താവ് വരുമെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ആകയാൽ ദൈവമക്കളെ, കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഓരോ നിമിഷങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി തരുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ ദയവ് മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം ഓരോരുത്തരും ഉണർന്നിരുന്ന് പ്രത്യാശയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. അല്പനിമിഷം ഇന്ന് ആ തിരുവചനത്തിൽ നിന്ന് ചില നിമിഷങ്ങൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ പ്രത്യാശ ആ അരുമനാഥൻ്റെ വരവ് മാത്രമാണ്. ആ വരവിനായിട്ടാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അത് ഏത് നിമിഷം ആകുമോ എന്നതാണ് നമ്മുടെ ചിന്ത. ആകയാൽ കർത്താവിൽ പ്രിയരെ, നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രൈസ് ദ ലോർഡ് ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ച് വചനധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் நான் வரவேற்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசுவினுடைய வருகை சமீபமாய் நிற்கிறது. கர்த்தருடைய பிள்ளைகளே, அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள், ஆ நிமிடத்திற்காகத்தான் நாம் ஒவ்வொருத்தரும் வாழ்ந்து கொண்டிருக்கிறோம். பிரைஸ் த லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, அவருடைய எக்கால சத்தம் கேட்கிறதான நிமிடத்தில் நாம் ஒவ்வொருவரும் கைவிடப்பட்டு போகாதபடி, ஹல்லேலூயா, கர்த்தரோடு கூட உட்காரும்படி அவர் ஒரு இடத்தை ஆயத்தம் பண்ணி கொண்டிருக்கிறார். பிரைஸ் த லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, அந்த இடத்துக்குள் கடந்து செல்ல வேண்டும் என்பதே நம் ஹல்லேலூயா ஒவ்வொரு நிமிடமும் ஆவலோடு காத்து கொண்டிருக்கிறதான நிமிடங்கள் அது. பிரைஸ் த லார்ட். ஹல்லேலூயா. ஆனபடினாலே வாருங்கள், ஒன்று சேர்ந்து தேவனை ஆராதிப்போம். வானமும் பூமியும் ஒழிந்து போகும், உம்முடைய வார்த்தைகளோ ஒழிந்து போவதில்லை என்று വേദം சொல்லப்படுகிறது. ആം കർത്തരുടെ പിള്ളേങ്ങളെ, ആ കർത്താവ് പറഞ്ഞത് തന്നെയാ. വചനത്തിൽ എന്ത് പറയുന്നുവോ അത് നടക്കും. പ്രൈസ് ദ ലോർഡ്. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ വിശ്വാസത്തോടു കൂടി ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. பாவிகளை மன்னித்திட இயேசு வந்தார், பரிசுத்த வாழ்வை தர இயேசு வந்தார், கட்டுக்களை அறுத்திட இயேசு வந்தார், காயங்களை ஆற்றிடவே இயேசு வந்தார்,
നിലயான നേരത്തിൽ യേശു വരുവാൻ കൺകൾ രണ്ടും തുറന്നിട വീണ്ടും വരുവാൻ മേഘങ്ങളിൽ വഴിയായി യേശു വരുവാൻ എക്കാല சத்தத்தோടെ மீண்டும் வருவார் യേശു രാജ வந்தார் രക്തം സിന്തി രക്ഷിപ്പை തந்தார் യേശു രാജ വരുവാർ നിത്യ ജീവൻ തരുവാർ ദേവാദി ദേവനെ ആരാധിപ്പോ தேடி வந்த இயேசுவை ஆர்ப்பரிப்போ தேவாதி தேவனை ஆராதிப்போ தேடி வந்த இயேசுவை ஆர்ப்பரிப்போ இயேசு ராஜ வந்தா രക്തം സിന്തി രക്ഷിപ്പை തന്നാ യേശു രാജ വരുവാ നിത്യ ജീവൻ തരുവാർ அன்பின் முழு ரூபமாக இயேசு வந்தார் இருள் நீக்கும் ஒளியாக இயேசு வந்தார் சாத்தானை ஜெயித்திட இயேசு வந்தார் பாபங்களை மாற்றிடவே இயேசு வந்தார் அக்கினியில் கண்களோடு இயேசு வருவார் பட்டயத்தை கையிலேந்தி மீண்டும் வருவார் சாத்தானை ஜெயித்திட இயேசு வருவார் அரவர சத்தத்தோடு மீண்டும் வருவார் இயேசு ராஜ வந்தார் ரத்தம் சிந்தி ரட்சிப்பை தந்தார் இயேசு ராஜ வருவார் നിത്യ ജീവൻ തരുവാർ രാജാതിരാജവേ ആരാധിപ്പോ തേടി വന്ന യേശുവെ ആർപ്പരിപ്പോ ദേവാദി ദേവനെ ആരാധിപ്പോ തേടി വന്ന യേശുവെ ആർപ്പരിപ്പോ യേശു രാജ വந்தார் രക്തം സിന്തി രക്ഷിപ്പை തന്നാർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിൽ പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഒരു മനോഹരമേറിയ പ്രഭാതയാമും കൂടെ കർത്താവേ ഞങ്ങൾക്ക് കണ്ടുണരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം ഞങ്ങളെ സഹായിച്ചതിൽ ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പ ഞങ്ങളുടെ ആരുടെയും പുണ്യപ്രവർത്തികൾ കണ്ടുകൊണ്ടല്ല, കാൽവരി ക്രൂശിലെ സ്നേഹമൊന്നു മാത്രമാകയാൽ ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠമായിരിക്കാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ അപ്പ. ഞങ്ങളുടെ അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഓരോ നിമിഷവും കാത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ വരവ് സമീപമായി നിൽക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ തന്നെ വിശുദ്ധിയോട് വേർപാടോടുകൂടി ഒരുക്കി കാന്തയാ നടിയങ്ങൾക്ക് കർത്താവെ ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചൻ ഒരുക്കിയിരിക്കുന്ന വചനത്തിനായ സ്തോത്രം. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പ ഹല്ലേലൂയ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും നിറയ്ക്കണം. കേൾവിക്കാരെ കർത്താവ് ഒരുക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ അരുമനാഥൻ്റെ വരവിനായി നാം ഓരോരുത്തരും കാത്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷങ്ങളും അയ്യോ നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവിനോടൊപ്പം കടന്നു പോകണം എന്നുള്ള പ്രത്യാശ മാത്രമാണ് ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും എന്ത് തന്നെ വന്നാലും നമ്മുടെ അരുമനാഥൻ്റെ വരവ് മാത്രമാണ് ഒരു ജീവിക്കുന്ന ദൈവവൈതലിൻ്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ദൈവമക്കളെ ഒരു വേദഭാഗം വായിക്കാം. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നമ്മുടെ അരുമനാഥൻ്റെ വരവിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ
മടങ്ങി വരവ് അഥവാ കർത്താവിൻ്റെ രണ്ടാം വരവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരികയും കാഹളം ധ്വനിക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അഥവാ വിശുദ്ധന്മാർ മണവാളനെ വരവേൽക്കുവാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും നിശ്ചയമായും തൻ്റെ മണവാളൻ്റെ വരവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നിക്ക് അനേകരിലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അഥവാ മടങ്ങി വരവിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഇല്ലാതെയായിരിക്കുന്നു എന്നത് എനിക്ക് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അനേകർക്കും യേശു കർത്താവ്, യേശു തമ്പുരാൻ അവർക്ക് രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് മാത്രമേ ചിലർക്കൊക്കെ അറിയുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ പാറ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ മണവാളൻ, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുന്നു പ്രിയരെ. ആ വരവിനായി നമുക്കേവർക്കും കാത്തിരിക്കാം. ആ വരവിനായി ഒരുങ്ങി ഉണർന്ന് കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനിക്കായി നമുക്ക് കാത്തിരിക്കാം പ്രിയരെ. നമ്മുടെ കാതുകളെ ആ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ വേണ്ടി മാത്രം കാതുകളെ അതിനുവേണ്ടി നമുക്ക് ഒരുക്കി വെക്കാം. പക്കത്ത് വീട്ടിലെ അല്ലെങ്കിൽ അയൽവാസികളുടെ മോശമായ വാക്കുകളെ കേൾക്കുവാനല്ല നമ്മുടെ കാതുകളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കാണുവാനല്ല നമ്മുടെ കണ്ണുകളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, നമ്മുടെ അരുമനാഥൻ്റെ വരവിനായി നമുക്കേവർക്കും കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നേക്ക് അനേക സഭകളിൽ, അനേക ഇടങ്ങളിൽ യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. വളരെ കഷ്ടമാണ്, വളരെ വേദന തോന്നുന്നു പ്രിയരെ. അനേകർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ, അനേകർ ഈ ലോകത്തിൻ്റെ നന്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അവർ യേശുവിനെ മറന്നു പോകുന്നതായി കാണുവാൻ കഴിയുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയട്ടെ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ചില സഭകളുണ്ട്, എപ്പോഴും അവിടെ ഒരു നാൾ പോലും യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് അഥവാ മടങ്ങി വരവിനെക്കുറിച്ച് അവർ സംസാരിക്കുകയില്ല. അവർ എപ്പോഴും നോക്കിയാലും യേശുവിൻ്റെ വരവല്ല അവർക്ക് ആവശ്യം. പിന്നെയോ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ, അബ്രഹാമിൻ്റെ ആശീർവാദങ്ങൾ പറയുന്ന പല സഭകളെ എനിക്ക് കാണുവാൻ കഴിയുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അധികാരികൾ, ശ്രേഷ്ഠ അധികാരികൾ എന്നറിയപ്പെടുന്ന ഈ ലോകത്തിൻ്റെ ചില അധികാരികൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ വരവിനെ കുറിച്ച് അവർ പറയുകയില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നാസറനായ യേശു രാജാതി രാജാവായി വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനോ അവസാനത്തോളം നിങ്ങളോട് കൂടെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ആ യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയണ്ടേ? യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസ്താവിക്കണ്ടേ? പിന്നെ എന്തിൻ്റെ സുവിശേഷമാണ് നമുക്കുള്ളത്? ഈ ലോകത്തിലെ സ്വത്തും സുഖവും അന്തസ്സും അഭിമാനവും പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നഷ്ടമാകും പ്രിയരെ. നഷ്ടമാകാത്തത് ഒന്നേ ഒന്ന്, നിത്യത മാത്രമാണ്. നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യതയിലേക്ക് നാം പ്രവേശിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നശ്വരമാണ് പ്രിയരെ, എല്ലാം നമുക്ക് നഷ്ടമാകും. എന്നാൽ നഷ്ടമാകാത്തത് ഒന്നേ ഒന്ന്, യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ ആ നാൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ നിത്യ അവകാശികളായി തീരുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയാവുന്നൊരു സഭയുണ്ട്, 6 വർഷത്തോളമായി ഞാൻ ആ സഭയുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നവരെ ആ ദേവദാസൻ ആ സഭയിൽ അബ്രഹാമിൻ്റെ അവകാശങ്ങളെക്കുറിച്ചല്ല, അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രസംഗിച്ചിട്ടുള്ളത്, ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എന്നാൽ വളരെ കഷ്ടം തോന്നും. ദൈവമക്കൾ 2000-ഓളം മെമ്പേഴ്സുള്ള ഒരു സഭയാണ്. പക്ഷേ ആ സഭയിൽപ്പെട്ട ഒരു വ്യക്തികൾക്ക് പോലും ഇന്നവരെ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് അറിയില്ല. കാരണം എന്താണെന്നറിയാമോ? എപ്പോൾ നോക്കിയാലും അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ട് കൈയടിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നീ മറ്റുള്ള ജനങ്ങളോട് നീ സാക്ഷ്യം പ്രസ്താവിക്കാത്തിടത്തോളം കാലം നിനക്ക് വേണ്ടിയുള്ള നിത്യത നിനക്ക് നഷ്ടമാകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലേ, മണവാളൻ തൻ്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമുണ്ട്, ചേർത്തുകൊണ്ടതിന് ശേഷമുള്ള 7 വർഷം
അത് മഹോദ്രവകാലം എന്ന് വിളിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദർഭത്തിൽ അന്തിക്രിസ്തു തൻ്റെ വാഴ്ചയുടെ അധികാരത്തിന് ആരംഭം കുറിക്കുകയും ആദ്യത്തെ 3.5 വർഷം സമാധാനപരമായ ഒരു ഭരണകൂടം കാഴ്ചവെക്കുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഭരണത്തിൽ മതിമറന്ന ജനങ്ങൾ അന്തിക്രിസ്തുവിനെ ഹല്ലേലൂയ മശിഹ എന്നുകൂടെ അവർ വിശ്വസിച്ചു തുടങ്ങും. പ്രിയരെ, 3.5 വർഷത്തിന് ശേഷം അന്തിക്രിസ്തു തൻ്റെ സ്വഭാവം മാറ്റും. ശേഷം ഘോരവും ഭയങ്കരവുമായ ഒരു ഭരണം നടത്തും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഹല്ലേലൂയ, യേശുവിന്റെ വരവിനെ കുറിച്ച് ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയുക. കാൽവറിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ്, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രാജാതി രാജാവായി വരാൻ പോവുകയാണ്. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളോട് ക്ഷമിക്കുവാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഈ സമയത്തെ, ഈ സന്ദർഭത്തെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളിതിനെ അവഗണിച്ചാൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്നേക്കുമായിട്ടുള്ള നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ സമയം ക്രിസ്തു സഭ മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ നിങ്ങൾക്കൊന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ 1-2 ലൈനുകൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധിമാന്മാരെല്ലാം വാനത്തിൽ പറന്നേറും, ശുദ്ധിമാന്മാരെല്ലാം വാനത്തിൽ പറന്നേറും, ആടിപ്പാടി സന്തോഷത്താൽ പറന്നേറുമേ. മധ്യകാശെ 7 കൊല്ലം തൻ സഭയ്ക്ക് വാസമുണ്ട്, മധ്യകാശെ 7 കൊല്ലം തൻ സഭയ്ക്ക് വാസമുണ്ട്, അവിടെ വെച്ച് മംഗല്യം നടത്തുമല്ലോ, അവിടെ വെച്ച് മംഗല്യം നടത്തുമല്ലോ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നിവളാരോ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നിവളാരോ. അവനവളെ വചനത്തോട് കൂടെ സ്നാനത്താ, അവനവളെ വചനത്തോട് കൂടെ സ്നാനത്താ. കറചുളുക്കം വാട്ടമാലിന്യം ഒന്നുമില്ലായേ, തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തുവാ, തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തുവാ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നിവളാരോ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരും നിവളാരോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, 7 വർഷങ്ങൾക്ക് ശേഷം യേശു കർത്താവ് തൻ്റെ സഭയോടൊപ്പം ഭൂമിയിൽ പ്രത്യക്ഷനാകും എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. സക്കറിയ പ്രവചനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവാകും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ മക്കളെ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മുടെ അരുമനാഥൻ വരും, നിശ്ചയമാ. പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തെ, ആ നാളിനെ ആർക്കും, ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും
കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളെ, നമ്മുടെ ഡിഗ്രിക്കോ നമ്മുടെ പോസ്റ്റിംഗ് കൊണ്ടോ ഒന്നും തന്നെ യേശുവിൻ്റെ നാളിനെ, യേശുവിൻ്റെ വരവിനെ തടുത്തു നിർത്തുവാൻ കഴിയുകയില്ല. കർത്താവേ, ഇപ്പോൾ വരണ്ട, കുറച്ച് നാൾ കൂടെ ഞങ്ങൾക്ക് അവകാശം വേണം, സാവകാശം വേണമെന്ന ഈ ലോകത്തിലെ ജനങ്ങളോട് ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ പറ്റും. പക്ഷേ യേശു കർത്താവിൻ്റെ വരവിനെ, ആ നാളിനെ ഒരു മനുഷ്യർക്കും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ശക്തിക്കും ആ ദിവസത്തെ തടുത്തു നിർത്തുവാൻ കഴിയുന്നതല്ല. ആ നാൾ വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 32:1 വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴും. നസറനായ യേശു കർത്താവിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് പ്രിയരെ ഇവിടെ പ്രതിപാദിക്കുന്നത്. നീതിയോട് രാജാവ് ഭരണമേൽക്കും. ആ രാജാവിന് വേണ്ടിയാ നാം ഓരോരുത്തരും പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ രാജാവിനെ വരവേൽക്കുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 24:44 വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. നിനയാത്ത നാഴികയിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഹല്ലേലൂയ വചനം പറയുന്നത്, തിരുടൻ വരുവതുപോലെ, കള്ളൻ വരുവതുപോലെ കർത്താവിൻ്റെ നാൾ വരുമെന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞതിന് കാരണം? പ്രൈസ് ദി ലോർഡ്. കള്ളൻ വരുന്നത് ലോകത്തിൽ ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ കോളിംഗ് ബെൽ അമർത്തിയിട്ടല്ല കള്ളൻ വരുന്നത്. എല്ലാ മനുഷ്യരും ഉറങ്ങിക്കഴിയുമ്പോൾ, എല്ലാ മനുഷ്യരും ഇല്ല എന്ന് അവൻ ബോധ്യമാകുമ്പോൾ അവൻ കടന്നു വരും. അതാ കള്ളൻ്റെ ഒരു പ്രയോഗം. എന്നാൽ യേശു കർത്താവ് വരുന്ന ദിവസം ഒരു മനുഷ്യനും അറിയാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, പ്രൈസ് ദി ലോർഡ്, അവൻ ഈ ദേശത്തിന് ഏത് മുക്കിനും മൂലയിലുമായിരുന്നാലും കർത്താവിൻ്റെ വരവിൻ്റെ ആ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ അവന് സാധ്യമാകും. വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ എടുത്തുകൊള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജീവിച്ച് മരിച്ച വിശുദ്ധന്മാർ, വൃതന്മാർ, അവർ കാഹളത്തിൻ്റെ ധ്വനിയും പോത് അവർ ഹല്ലേലൂയ കർത്താവിനോട് കൂടി ആയിരിക്കും. പ്രിയരെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മഹോദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രിയ സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ കടന്നുപോയാൽ ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. പ്രിയരെ, ലോകം നിങ്ങൾക്ക് സന്തോഷം തരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ നിത്യമായി 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 കർത്താവിനോടുകൂടി ജീവിക്കുവാൻ, കർത്താവിനോടുകൂടി വാഴുവാൻ ഒരു സ്ഥലത്തെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജാവ് ഇരിക്കുന്ന ഇടത്ത് തന്നെ നമ്മളെ ഇരുത്തേണ്ടതിന് ഒരു സ്ഥലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 ഹല്ലേലൂയ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആ രാജ്യത്തിന് വേണ്ടിയാ, ആ നീതിക്ക് വേണ്ടിയാ നാം ഓരോരുത്തരും ദിനം തോറും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരേ വഴി യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവിൻ്റെ ദിവസത്തെ തടുത്തു നിർത്തുവാൻ ആർക്കും കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് അനേക ദൈവങ്ങളെ ഹല്ലേലൂയ നമുക്ക് പറയുവാൻ കഴിയും. പക്ഷേ ഈ ലോകത്തിലെ ദൈവങ്ങളൊന്നും തന്നെ നിന്നെ നിത്യതയിലേക്ക് എത്തിക്കുകയില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ സമാധാന പ്രഭു യേശു കർത്താവ് മാത്രമാണ്. കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് ഒരു നല്ല വാഗ്ദത്തം തന്നിട്ടാണ് പോയത്. ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടത് അത് വളരെ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയുമാണ് അന്തിക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ഉള്ള അനുഭവം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടേക്കല്ല നാം പോകേണ്ടുന്നത്. ആമേൻ. മണവാളൻ്റെ വരവ് സമീപമായി. നല്ല മണവാളനെ വരവേൽക്കുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ,
നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ജാതി ജാതിയോട് എതിർക്കും, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും, യുദ്ധവും യുദ്ധശ്രുതികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. പക്ഷേ ഇതൊന്നും അവസാനമല്ല, ഒരാരംഭം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. ലോകമെങ്ങും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോഷ്യൽ മീഡിയകൾ നമുക്കറിയാം, എത്രയോ TV ന്യൂസുകൾ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ദിനംതോറും കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കണം പ്രിയരെ. നമ്മുടെ ജീവിതത്തിലൂടെ ചേഞ്ച് വരുത്തണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ചിന്തകളിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം കർത്താവ് നമ്മുടെ അരുമനാഥൻ വിശുദ്ധനാകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോടും വേർപാടോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവിനായി നമുക്ക് ജീവിക്കാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഹല്ലേലൂയ, ഈ ഭൂമിയിൽ കർത്താവല്ലാതെ മറ്റൊരു ദൈവം നമ്മെ രക്ഷിക്കുവാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് ഹല്ലേലൂയ നോഹ പ്രസംഗിച്ചു. പക്ഷേ നോഹയുടെ പ്രസംഗം ഒരു വ്യക്തി കൂടെ കേൾക്കാൻ തയ്യാറായില്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്? ജലപ്രളയം കൊണ്ട് ഹല്ലേലൂയ എല്ലാ മനുഷ്യരും അത് മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അവൻ വരുന്ന ദിവസത്തെ ആർക്കും ഹല്ലേലൂയ തടുത്തു നിർത്തുവാൻ കഴിയുന്നതല്ല. ആ ദിവസത്തെ ഹല്ലേലൂയ ആർക്കും ഒരു ശക്തിക്കും മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല എന്നത് ഇന്നീ പ്രഭാതത്തിൽ ഹല്ലേലൂയ നിങ്ങളെ ഞാൻ വിളിച്ചറിയിക്കുക. ദൈവത്തിൻ്റെ വചനം അങ്ങനെ വ്യക്തമായി പറയുന്നു. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് കർത്താവിനോട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ദേശത്തിനായി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിജയത്തിൻ്റെ രഹസ്യമാണ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ് ദൈവമക്കളെ. ഒരു യഥാർത്ഥ ദൈവവൈതൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് മുൻപിൽ മറികടക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ആകയാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ആ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരാൻ കഴിയുമോ? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ആ സർവ്വശക്തന് മുൻപിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയുമോ? യേശുവേ, അങ്ങൻ്റെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകളെ, കുറ്റങ്ങളെ, ബലഹീനതകളെ അങ്ങ് ക്ഷമിക്കണമേ അപ്പ. പ്രൈസ് ദി ലോർഡ്. ഓരോ വ്യക്തികൾക്കും ദൈവത്തോട് യാചിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിങ്ങൾക്ക് നിലവിളിക്കുവാൻ കഴിയും. നമ്മുടെ നിലവിളിക്ക് മറുപടി തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഈ ദിവസത്തെ ഹല്ലേലൂയ എങ്ങനെ നിങ്ങൾക്ക് തെറ്റിയൊഴിഞ്ഞു പോകാൻ കഴിയും? ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ നാൾ, ദൈവം നമുക്ക് ഒരുക്കി തന്ന നാൾ. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് ഒരു ചെറിയ കൊറോണ വൈറസ് ലോകത്തിലേക്ക് വന്നപ്പോൾ ലോകത്തെ പിടിച്ച് കുലുക്കിയില്ലേ? ഹല്ലേലൂയ. ദിനംതോറും മരണ വാർത്തകൾ, ദിനംതോറും മരണഭീതി, ആശങ്ക ഇന്ന് മനുഷ്യനെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുക. ദൈവ പൈതലെ, ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. ഇന്ന് നിങ്ങളും ഞാനും ജീവനോടെ നിൽക്കുന്നു എങ്കിൽ, ജീവനോടെ ശേഷിക്കുന്നു എങ്കിൽ അത് കാൽവരി ക്രൂസിലെ കർത്താവിൻ്റെ ദയവ് മാത്രമാണ്, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ലക്ഷോപലക്ഷ ജനങ്ങൾ കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ട് മരിച്ചു പോയപ്പോൾ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, ഇന്നും അനേകർ ഹോസ്പിറ്റലിൽ മറ്റുമായി അഭയം പ്രാപിക്കുന്നു. ഞങ്ങളുടെ റിസൾട്ട് എന്താകും എന്നുള്ള മരണ ഭീതി അവരെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, അവരുടെയൊക്കെ നടുവിലല്ലേ നമ്മളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ആരുടെയെങ്കിലും വലിയ പ്രവൃത്തികളോ നന്മ പ്രവൃത്തികളെ കണ്ടുകൊണ്ടാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയരെ. ലോകത്തോളം, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളോടും യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച്, യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച്, യേശു കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുന്നതിനെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് പ്രസ്താവിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഒരു സഭയിലും കൂടെ അങ്ങനെ പ്രസ്താവിക്കാതിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. യേശു കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു നാളുണ്ട്.
ആ ദിവസത്തിനായിട്ടാണ് നിങ്ങളും ഞാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കേട്ട വചനം നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുക, ഞാൻ കരുതുകയാണ്. ഹല്ലേലൂയ. അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ എന്നോട് ചേർന്ന് നിങ്ങൾ ദേശത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എവിടെയായിരുന്നാലും കർത്താവിനോട് കൂടെ നിങ്ങൾക്ക് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമായ കർത്താവ് വചനങ്ങളിലൂടെ നമ്മളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അവൻ വരുന്ന ദിവസത്തെ ആർക്കും സഹിക്കാം എന്ന കർത്താവിൽ വചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളുടെ അരുമനാഥൻ, ഞങ്ങളുടെ മണവാളൻ, ഹല്ലേലൂയ, മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ, ഓ ഹല്ലേലൂയ, ശീഘ്രമായി വരാൻ പോകുന്നു എന്നുള്ള സത്യം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന കർത്താവേ. ആകയാൽ ഞങ്ങൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരായി വിശുദ്ധിയോടെ വേർപാടോടുകൂടി ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, എങ്കിലും ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും കർത്താവെ നിലനിൽക്കുന്നു എന്ന വചനത്തിൽ ഉണ്ട്. ആകയാൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കാം. കർത്താവെ, കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, കർത്താവിൻ്റെ കൃപയാൽ നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിന്മാർക്കും അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവദാസി ദാസന്മാർക്കും എന്നെ ഇതുവരെയും ഇത്രയും സമയം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. നാളെ മുതൽ പ്രിയരെ, നമ്മുടെ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ 10 ദിവസത്തെ മൂന്നാമത്തെ ഓൺലൈൻ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കർത്താവിൽ ദാസന്മാരുടെ നല്ല ശുശ്രൂഷകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ദൈവമക്കളെ, വചന ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ഓരോ ദിവസവും കൃത്യം 6 മണിക്ക് തന്നെ ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ റോസ് ഫാമിലിയിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.